മുഖം സാന്ദ്ര തോമസ് നിർമ്മാതാവ് കൂടി ചേരുന്നുണ്ട്. സാന്ദ്ര തോമസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാന്ദ്ര. നമ്മുടെ ഈ പുതിയ സംഘടനയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നു. അതിലിപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി അതിനോട് വിയോജിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ്. ഇങ്ങനൊരു പുതിയ സംഘടന വരണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ സാന്ദ്ര? ഫെഫ്കയിൽ നിന്ന് മറ്റൊരു സംഘടന ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല എന്ന് വിനയൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു തിരുത്തൽ ശക്തിയായി ഒരു സംഘടന വരണം എന്ന് വിനയൻ പറയുകയും ചെയ്യുന്നു. സാന്ദ്രയുടെ നിലപാടെന്താ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും വിനയനങ്ങൾ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. തിരുത്തൽ ശക്തികൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നത്? കാര്യം നീതി ലഭിക്കാത്തത് കൊണ്ടാണ്. നിലവിലുള്ള സംഘടനകളിൽ നിന്ന് നീതി ലഭിക്കാതെ ആകുമ്പോഴാണ് ബദൽ സംഘടനകൾ രൂപം കൊള്ളുന്നത്. അപ്പം ഇതൊരു തിരുത്തൽ ശക്തിയായിട്ട് തന്നെ നിലകൊള്ളട്ടെ എന്ന് തന്നെയാണ് ഞാനിപ്പോൾ അതിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള സംഘടനകൾ വരണം. കാര്യം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ സുഭദ്രയും അപ്പനും പിന്നെ ഞാനും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് സിനിമ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംഘടനയിലുമുള്ള കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ അതിന് ബദലായിട്ട് മറ്റ് മെമ്പേഴ്സിനും അവിടെ വോയിസ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇതുപോലെ ഉള്ള പുതിയ സംഘടനകൾ. അത് വരട്ടെ, അത് വരുന്നത് തന്നെയാണ് നല്ലത്. അതായത് ഈ വെളിച്ചം കയറാത്ത എല്ലാ കോട്ടകൊത്തളങ്ങളിലും വെളിച്ചം വരണം അല്ലേ സാന്ദ്ര? തീർച്ചയായിട്ടും. കാര്യം വർഷങ്ങളായിട്ട് ഈ പറയുന്ന സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും തലപ്പത്തിരിക്കുന്നത്. കാര്യം ബാക്കിയുള്ളവർക്കൊന്നും അവർക്ക് എഗെയിൻസ്റ്റ് എന്തെങ്കിലും സംസാരിക്കാനോ വിരൽ ചൂണ്ടാനോ ഒക്കെ ഭയമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് ഇതുപോലെയുള്ള ബദൽ സംഘടനകൾ തീർച്ചയായിട്ടും രൂപം കൊള്ളുന്നത് നല്ലത് തന്നെയാണ്. ഇവർ മൂന്നുപേരുമാണ് അതിനകത്ത് പൂർണ്ണമായിട്ടും ഉറച്ചു നിൽക്കുന്നത്. ബാക്കി രണ്ടുപേരുടെ കാര്യത്തിൽ അവർ അതിന്റെ ബൈലോകൾ വരട്ടെ, അതിന്റെ എന്താണ് ഇതിന്റെ നയം അതൊക്കെ അറിയട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ്. സാന്ദ്രയുടെ ഒരു നിലപാട് എങ്ങനെയാ? ഞാനിപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമാണ്. ഇപ്പോൾ 1.5 ലക്ഷം രൂപ സംഘടനയിൽ ഫീസ് കൊടുത്തതിന് ശേഷമാണ് ഈ സംഘടനയിൽ ഭാഗമാകുന്നത്. അപ്പോൾ അത് അവിടെ തിരുത്തലുകൾ സംഭവിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിർമ്മാതാക്കളുടെ സംഘടനയിലാണ്, അവിടെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. തീർച്ചയായിട്ടും ഫെഫ്കയ്ക്ക് മാത്രം ബദൽ സംഘടനയായിട്ട് രൂപീകരിക്കപ്പെട്ട ഒന്നല്ല, ഇത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും ബദലാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. കാര്യം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിലിം മേക്കേഴ്സ് എന്നുള്ളതാണ്. ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും ഭാഗമാണ്. ഒരു നിർമ്മാതാവും ഡയറക്ടറും എഡിറ്ററും എല്ലാവരും ഭാഗമാണ്. ഇപ്പോൾ അതിലേക്ക് അത് വളരാൻ സാധ്യതയുള്ള സ്കോപ്പുള്ളൊരു സംഘടന കൂടിയാണത്. ഇവർ തിരുത്തൽ സംഭവിച്ചില്ലെങ്കിൽ, ഇവിടെ ഫെഫ്കയിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ചേംബറിലും ഒന്നും തിരുത്തലുകൾ നടന്നില്ലെങ്കിൽ ഈ പുതിയ സംഘടന തീർച്ചയായും വളരുക തന്നെ ചെയ്യും.